മക്കളെ 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 10 മുതൽ 15 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ മുഴുവൻ ചാപ്റ്ററും നമ്മൾ വെറും 10 മിനിറ്റ് സമയം കൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ട് എൻ്റെ ഒപ്പം ഇരിക്കുക. തുടങ്ങുന്നതിന് നമുക്ക് നോക്കാം. മക്കളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ആയിട്ട് മാറുന്നു അല്ലെ. ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും മാസ് എടുക്കുകയാണെങ്കിൽ ദാ പിടിച്ചോ, 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 36 ഗ്രാം വാട്ടർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആരൊക്കെ തമ്മിലാണോ റിയാക്ട് ചെയ്യുക അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങൾ എന്ന് വിളിക്കും. ശരിയല്ലേ? അപ്പൊ ഇവിടെയുണ്ട് റിയാക്ടൻസ്. ആരൊക്കെയാ? ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത വാട്ടർ എന്ന് പറയുന്ന പുതിയൊരു പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നം ഇവിടെ ഫോം ചെയ്യുന്നു. ശരിയല്ലേ? ഇനി ഇവിടെ റിയാക്ടൻസിന്റെ ആകെ മാസ് എടുത്താൽ, അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസ് ആകെ എടുത്താൽ നമുക്ക് എത്ര കിട്ടാ? 36 ഗ്രാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇവിടെ 36 ഗ്രാം റിയാക്ടൻസ് 36 ഗ്രാം പ്രോഡക്ട്സ് ആയിട്ട് മാറി അല്ലെ. 36 ഗ്രാം അഭികാരകം 36 ഗ്രാം ഉൽപ്പന്നമായിട്ട് മാറി എന്ന് പറയാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാം? അഭികാരങ്ങളുടെ മാസും ഉൽപ്പന്നങ്ങളുടെ മാസും തുല്യമാണ്. മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഥവാ മാസ് സംരക്ഷണ നിയമം പറയാ. എന്താ അതിൽ പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഇസ് നെയ്തർ ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ്. ഒരു രാസപ്രവർത്തനത്തിൽ മാസിനെ നിർമ്മിക്കപ്പെടുന്നില്ല, അതേപോലെ നശിക്കപ്പെടുന്നില്ല അല്ലെ. നമുക്കറിയാം ഏത് സയന്റിസ്റ്റാ? ആന്റോൻ ലവോയിസിയ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ കണ്ട പോലെ തന്നെ ഒരു രാസപ്രവർത്തനം എടുത്താൽ അവിടെയുള്ള റിയാക്ടൻസിന്റെ മാസും പ്രോഡക്ട്സിന്റെ മാസും സെയിം ആണ്. അഭികാരങ്ങളുടെ മാസും ഉൽപ്പന്നങ്ങളുടെ മാസും സെയിം ആയിരിക്കും. മക്കളെ, ഈ ഒരു ലോ വെച്ചിട്ടാണ് നമ്മൾ ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് ചെയ്യുക. ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ബാലൻസിങ് അഥവാ സമീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വെച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക? നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം ഈ ആരോ കണ്ടില്ലേ മക്കളെ? ഈ ആരോ അല്ലെ, ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇടത്തും വലത്തുമുള്ള ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കിയാൽ മാത്രം മതി. ഇവിടെ ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ Zn പ്ലസ് HCl ഗീവ്സ് ZnCl2 പ്ലസ് H2 എന്നാണ്. നമ്മൾ ഇവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ലെഫ്റ്റ് സൈഡിൽ ഒരു സിങ്ക് ആറ്റം ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു സിങ്ക് ആറ്റമാണ് അല്ലെ. ലെഫ്റ്റിലും റൈറ്റിലും സിങ്ക് ആറ്റത്തിന്റെ എണ്ണം സെയിം ആണ്. ഇനി ഹൈഡ്രജനിലേക്ക് പോവാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം അല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഈക്വൽ ആക്കണം. ലെഫ്റ്റ് സൈഡിൽ 1 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ലെഫ്റ്റ് സൈഡിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തെ 2ലേക്ക് കൊണ്ടുവരണം. 1നെ 2ലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു മൾട്ടിപ്ലൈ ബൈ 2. 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ താഴെ ഒന്നും കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിട്ട് മാത്രമേ നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ 2HCl എന്ന് വന്നു. 2HCl എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അവിടെ ഇനി എത്ര ഹൈഡ്രജനാ ഉള്ളത്? നോക്കിക്കേ, 2 ഹൈഡ്രജൻ. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും 2 ഹൈഡ്രജൻ ആറ്റം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോറിലേക്ക് പോവാം. ദാ ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ ഉണ്ട്, റൈറ്റ് സൈഡിലും 2 ക്ലോറിൻ ആണ്. കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയി. ഇതേപോലെ ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആക്കുന്നതാണ് ബാലൻസിങ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ എടുക്കാം. H2 plus O2 gives H2O. ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജനും 2 ഓക്സിജനുമാണ്. റൈറ്റ് സൈഡിൽ നോക്കിക്കേ മക്കളെ, 2 ഹൈഡ്രജനും 1 ഓക്സിജനേ ഉള്ളൂ. ശരിയല്ലേ? നമ്മൾ റൈറ്റ് സൈഡിലെയും ഓക്സിജന്റെ എണ്ണം 2 ആക്കി മാറ്റണം. അങ്ങനെ 2 ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ 1 ഉള്ളൂ. 1നെ 2 ആക്കാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ എന്താ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അങ്ങനെ 2 എടുത്തപ്പോൾ ഓക്സിജന്റെ എണ്ണം ഈക്വലായി. 2ഉം 2ഉം 2 ആയി അല്ലേ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഹൈഡ്രജന്റെ എണ്ണം 2ഉം 2ഉം 4 ആയിട്ട് മാറി അല്ലെ. പക്ഷെ ലെഫ്റ്റ് സൈഡില് ഇപ്പോഴും 2 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ 2 ഹൈഡ്രജനെ നമ്മൾ 4 ഹൈഡ്രജനിലേക്ക് കൊണ്ടുവരണം. 2നെ 4 ആക്കാൻ എന്താ ചെയ്യാ? വീണ്ടും ഒരു മൾട്ടിപ്ലൈ ബൈ 2 കൊടുക്കുക അല്ലെ. ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ദാ ഇട്ടോ, ഞാൻ ഇട്ടു. ഇപ്പൊ നോക്കിക്കോ, 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. കഴിഞ്ഞു നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം ഇക്വേഷൻസ് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാണ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സീകരണവും നിരോക്സീകരണവും. മക്കളെ, ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ദാ സോഡിയവും അതേപോലെ ക്ലോറിനും ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ് ആയിട്ട്
മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മക്കളെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 281 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നമ്മുടെ സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ളത് ഒരു ഇലക്ട്രോൺ ആണ് അല്ലെ, ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ നമ്മുടെ സോഡിയത്തിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ ഈ ഒരേ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ സോഡിയം എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അവിടെ സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഓക്കെ ആണോടാ? അപ്പൊ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ, ഒരു പോസിറ്റീവ് ചാർജ് കൈവരിച്ചു. മക്കൾ, ഇത്തരത്തിലുള്ള ലോസ് ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്ലോറിനിലേക്ക് വരാം. നമ്മുടെ ക്ലോറിൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, എന്താ നോക്കിക്കോ. ക്ലോറിൻ എടുത്താൽ അറ്റോമിക് നമ്പർ 17 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നമ്മുടെ ക്ലോറിന്റെ വാലൻസ് ഷെല്ലിലുള്ളത് 7 ഇലക്ട്രോൺ ആണ്. അപ്പൊ അവൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, ഇവൻ അഷ്ടകം പൂർത്തിയാക്കണമെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടെ കൂട്ടിയാൽ മതി അല്ലെ, കിട്ടിയാൽ മതി. അപ്പൊ നമ്മുടെ ക്ലോറിൻ എന്താ ചെയ്യാ? സോഡിയം വിട്ടുകൊടുത്ത ഇലക്ട്രോണിനെ മേടിച്ച Cl- ആയിട്ട് മാറി. ഇത്തരത്തിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ കിട്ടിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം, സോഡിയം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത ഓക്സിഡൈസ്ഡ് ആയി ഓക്സീകരണം സംഭവിച്ചു. ക്ലോറിൻ ഇലക്ട്രോണിനെ മേടിച്ചിട്ട് റെഡ്യൂസ്ഡ് ആയി അഥവാ നിരോക്സീകരിച്ചു എന്ന് പറയാം. മക്കളെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, റെഡ്യൂസിങ് ഏജന്റും ഓക്സിഡൈസിങ് ഏജന്റും. ഓക്സികാരിയും നിരോക്സികാരിയും വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുക, ആർക്കാണോ ഓക്സീകരണം സംഭവിക്കുക മക്കളെ, അയാളായിരിക്കും നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി. പഠിച്ചോ? ഓക്സിഡേഷൻ സംഭവിച്ചാൽ, അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ കണ്ടു സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി എന്ന് പറയുന്നത് ആരാ? സോഡിയമാണ്. ഇനി ആർക്കാണോ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിക്കുക, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. ഇവിടെ ക്ലോറിൻ ഇലക്ട്രോണുകളെ മേടിച്ച് നിരോക്സീകരിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ഇനി ക്ലോറിനെ വിളിക്കും ഇവിടുത്തെ ഓക്സികാരി അഥവാ ഓക്സിഡൈസിങ് ഏജന്റ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി ഇതാ പിടിച്ചോ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതാ ഓക്സിഡേഷൻ നമ്പർ പഠിക്കാൻ പോവാ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്തായാലും എക്സാമിന് വരും. മക്കളെ, ഏതാ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ അറിയാത്ത കുറെ പേര് തന്നിട്ട് ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാ പറയാം. ആ ഓക്സിഡേഷൻ നമ്പർ അറിയാത്ത ആളെ നമ്മൾ എന്താ വിളിക്കുക, എങ്ങനെയാ വിളിക്കുക? എക്സ് എന്ന് വിളിക്കും. യു ക്യാൻ കോൾ മീ എക്സ് എന്ന് പറയാം. നോക്കിക്കോ, H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇതിൽ നമുക്ക് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഹിന്റ് ഉണ്ട്, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഓക്സിജന്റെ -2 ആണ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ നമുക്കറിയാം മക്കളെ, ഒരു കോമ്പൗണ്ട് എടുത്താൽ, ഒരു സംയുക്തം എടുത്താൽ, ആ സംയുക്തത്തിലെ ആകെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. അതായത് H2SO4 എന്ന് പറയുമ്പോൾ ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പറും സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പറും ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 0 ആണ് കിട്ടേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ. ഇനി ഹിന്റ് തന്നിട്ടുണ്ട്, ഒരു ഹൈഡ്രജന്റെ +1 ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ, അപ്പൊ നമുക്ക് +1 × 2 ചെയ്യാം. അതേ പ്ലസ് സൾഫറിന്റെ അറിയില്ല, ഞാൻ ദാ എക്സ് എന്ന് എടുത്തു. അതേ പ്ലസ് ഇനി O4 ആണ്. ഒരു ഓക്സിജന്റെ -2, 4 ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ട് -2 × 4 ചെയ്തു. എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് 0 കിട്ടണം. അപ്പൊ +2 + x -8 = 0. ഈ +2 -8 ക്യാൻസൽ ചെയ്താൽ x - 6 = 0. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ വരിക? ദാ -6 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കോ, +6 എന്ന് കിട്ടി. ഇങ്ങനെ ആരുടെ വേണമെങ്കിലും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഒന്നും കൂടെ നമുക്ക് ചെയ്യാം. KMnO4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാംഗനീസിനെ കണ്ടുപിടിക്കണം. പൊട്ടാഷ്യത്തിന്റെ +1 ഓക്സിജന്റെ -2 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എടുക്കാനേ, പൊട്ടാഷ്യത്തിന്റെ +1 പ്ലസ് മാംഗനീസിന്റെ അറിയില്ല, ഞാൻ എക്സ് എന്ന് എടുത്തു. അതേ പ്ലസ് O4 ആണ്. ഒരു ഓക്സിജന്റെ -2 ആണ്, 4 എണ്ണം ഉണ്ട്. -2 × 4 എല്ലാം കൂടെ കൂട്ടിയാൽ 0. അപ്പൊ +1 + x -8 = 0. +1 -8 ക്യാൻസൽ ചെയ്താൽ x - 7 = 0. അതായത് എക്സിന്റെ വാല്യൂ -7 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈസി ആയിട്ട് കണ്ടു. മക്കളെ, ഇനി ശ്രദ്ധിക്കാം, ഈ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ, എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക,
അല്ലെ? ഇവിടെ ഹൈഡ്രജന്റെ ആറ്റം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കിരുന്നാൽ എലമെന്റൽ സ്റ്റേറ്റിൽ, അൺകമ്പൈൻഡ് സ്റ്റേറ്റിലായിട്ട് ഇരുന്നാൽ, സിംഗിൾ ആയിട്ട് ഇരുന്നാൽ മക്കളെ അവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ദാ ക്ലോറിൻ ഇരിക്കുന്നു. ക്ലോറിനും ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുക, ക്ലോറിൻ ആറ്റം മാത്രമേ ഉള്ളൂ. സിംഗിൾ ആയിട്ട് ഇരുന്നാൽ ഓക്സിഡേഷൻ നമ്പർ 0. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HCl എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് മാറി. അവിടെ ഹൈഡ്രജൻ +1 ക്ലോറിൻ -1 ആണ്. അപ്പൊ നമുക്ക് കാണാം ഹൈഡ്രജൻ ആദ്യം 0 ആയിരുന്നു, 0യിൽ നിന്ന് +1 അല്ലേ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ 0യിൽ നിന്ന് +1 ആകുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇത്തരത്തിൽ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനെ നമ്മൾ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് പറയും. ഇനി ക്ലോറിനോ ആദ്യം 0 ആയിരുന്നു, 0യിൽ നിന്ന് -1 മാറി അല്ലേ. അപ്പൊ മക്കളെ ഇവിടെ ഈ ഡിക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറിനെ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. സെറ്റ് അല്ലേ? അപ്പൊ മക്കളെ ഇത്തരത്തിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടന്നാൽ, ഓക്സീകരണം നിരോക്സീകരണം ഒന്നിച്ച് നടന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തന വേഗം. മക്കളെ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കാൻ പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചർ ഓഫ് റിയാക്ടൻസ് അല്ലെ, അഭികാരങ്ങളുടെ ആ ഒരു സ്വഭാവം. നേച്ചർ ഓഫ് റിയാക്ടൻസിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് രാസപ്രവർത്തനത്തിന്റെ വേഗത മാറി മാറി വരും. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു അല്ലെ, 2 ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് ഒന്നിൽ മഗ്നീഷ്യവും മറ്റേതിൽ സിങ്ക് ഇട്ടാൽ നമുക്ക് കാണാം മഗ്നീഷ്യം ഇട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ വേഗത്തിൽ റിയാക്ഷൻ നടക്കുന്നു. എന്തുകൊണ്ടാ? റിയാക്ടൻസിന്റെ സ്വഭാവം മാറി, നേച്ചർ മാറി അല്ലെ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ ഫാക്ടർ ആണ് കോൺസെൻട്രേഷൻ, ഗാഢത. കുറെ ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തിന്നും, കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നമ്മൾ ആസ്വദിച്ച് മെല്ലെ തിന്നാൻ ശ്രമിക്കും. സെയിം ആണ് മക്കളെ. കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ, ഗാഢത കൂടുതലാണെങ്കിൽ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും, കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. കോൺസെൻട്രേഷൻ അഥവാ ഗാഢത കുറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റും കുറയും. ഇനി മക്കളെ മൂന്നാമതായിട്ട് വരുന്ന കാര്യമാണ് സർഫസ് ഏരിയ. ഇപ്പൊ ഒരു സോളിഡ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു മാർബിൾ ഒക്കെ എടുത്താൽ സോളിഡ്സ് സർഫസ് ഏരിയ ഉണ്ട്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. നമുക്കറിയാം നമ്മൾ ഈ ഇരിക്കുന്ന ഒരാളെ ഇടിച്ചു പൊളിച്ച് ചെറിയ പൊടികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ സർഫസ് ഏരിയ കുറയും. അങ്ങനെ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് കുറയുമ്പോൾ അവിടെ എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും, ഫലവത്തായിട്ടുള്ള കൂട്ടിമുട്ടൽ ഇൻക്രീസ് ചെയ്യും മക്കളെ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അവിടെ റിയാക്ഷന്റെ റേറ്റ് കൂടുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെയൊക്കെയാ കിട്ടുക? വാട്ടറിനെയും ഓക്സിജൻ ഗ്യാസിനെയും കിട്ടും. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂട്ടാൻ, ഈ വിഘടനത്തിന്റെ വേഗതയെ കൂട്ടാൻ സഹായിക്കുന്ന ഒരാളുണ്ട്. അതാരാ? MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ് അല്ലെ. ഇനി ഡീകമ്പോസിഷന്റെ റേറ്റ് കുറയ്ക്കാൻ അല്ലെ, വിഘടന വേഗത കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാളുണ്ട്, ഫോസ്ഫോറിക് ആസിഡ്. മക്കളെ ഇത്തരത്തില് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ മാറ്റാൻ സഹായിക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കാറ്റലിസ്റ്റ് അഥവാ ഉത്പ്രേരകങ്ങൾ എന്ന് വിളിക്കും. നോക്കിക്കേ, ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് കൂട്ടാൻ സഹായിച്ചു അല്ലെ, വിഘടനത്തിന്റെ വേഗത കൂട്ടാൻ സഹായിച്ചു. അപ്പൊ മാംഗനീസ് ഡയോക്സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്, പോസിറ്റീവ് ഉത്പ്രേരകം. ഫോസ്ഫോറിക് ആസിഡ് എന്താ ചെയ്തത്? ഫോസ്ഫോറിക് ആസിഡ് ഡീകമ്പോസിഷൻ റേറ്റ് കുറച്ചു, വിഘടനത്തിന്റെ വേഗത കുറച്ചു. അതുകൊണ്ട് നമ്മൾ ഫോസ്ഫോറിക് ആസിഡിനെ ഇനി നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. ഈ ഒരു എക്സാമ്പിളിലൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 15 മുതൽ 20 മാർക്ക് വരെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് 7 മണിയുടെ ലൈവ് നിങ്ങൾ എല്ലാവരും വന്ന് കാണുക. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, ആരും മിസ്സാക്കണ്ട. താങ്ക് യു സോ മച്ച്.